മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഞാൻ മസായിമാരയിൽ പോയത് 2 കാര്യത്തിനാണ്. ഒന്ന്, സിംഹവുമായി ഒരു സെൽഫി. രണ്ടാമത്തെ കാര്യം ഞാൻ വഴിയേ പറയാം. ദേ, ഈ ജീപ്പിലാണ് ഞങ്ങൾ നൈറോബിയിൽ നിന്നും മസായിമാര വരെ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് സഫാരിക്ക് വന്നത്. ഇതാണ് എൻ്റെ അക്കോമഡേഷൻ. മല അടിവാരത്തില് ഒരു അഴകാന ഗ്രാമം, കുട്ടി വീട്. മസായിമാര നാഷണൽ പാർക്കിനോട് ചേർന്നാണ് ഈ ഹോട്ടലുള്ളത്. രാത്രിയിൽ സിംഹത്തിൻ്റെ അലർച്ച നന്നായിട്ട് കേൾക്കാം. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മാര നദി. ഗ്രേറ്റ് മൈഗ്രേഷൻ്റെ സമയത്ത് ടാൻസാനിയയിൽ നിന്ന് കെനിയയിലേക്ക് ഈ നദി മുറിച്ച് കടന്നാണ് ധാരാളം മൃഗങ്ങൾ വരാറുള്ളത്. ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്നത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ്. ദേ, ഈ കാണുന്ന മുതലകൾക്ക് അപ്പോഴാണ് ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. മസായിമാരയിലെത്തി ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞും രണ്ടാമത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും സഫാരിയോട് സഫാരി തന്നെ. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മൃഗങ്ങളോട് മൃഗങ്ങൾ. ജിറാഫ്, സീബ്ര, പിന്നെ എന്തൊക്കെയോ കുറേ. ഞാൻ പല പ്രാവശ്യം സൂവിൽ പോയിട്ടുണ്ടെങ്കിലും ജിറാഫിനെ കണ്ടിട്ടേയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജിറാഫിനെ കാണുന്നത്. ഒരു സെൽഫി എടുക്കാം അല്ലേ ഗൈസ്? ദേ ഉറങ്ങുന്ന സിംഹം. 3-ാം ദിവസം മസായിമാര വില്ലേജും കണ്ട് ഞങ്ങൾ തിരിച്ച് നൈറോബിയിലേക്ക് പോയി. നൈറോബിയിലെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാട്ടോ.